എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യ രഹസ്യങ്ങൾ എന്ന എൻ്റെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് ഡോക്ടർ KV ആനന്ദ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ്. ദീർഘായുസ്സിനും മികച്ച ആരോഗ്യത്തിനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം കുറയ്ക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പിന്നിലെ രഹസ്യ ശാസ്ത്ര സത്യമാണ് വാഗസ് നാഡി. എന്താണ് ഈ വാഗസ് നാഡി? നമ്മുടെ തലച്ചോറിൽ നിന്ന് തുടങ്ങി ഹൃദയം, ശ്വാസകോശം, ദഹനവ്യവസ്ഥ എന്നിവയുൾപ്പെടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ നാഡിയാണ് ഇത്. ലളിതമായി പറഞ്ഞാൽ തലച്ചോറും ശരീരത്തിലെ മറ്റ് അവയവങ്ങളും തമ്മിൽ വിവരങ്ങൾ കൈമാറുന്ന ഒരു സൂപ്പർ ഹൈവേ ആണ് ഈ വാഗസ് നാഡി. നമ്മുടെ ശരീരത്തിന് 2 പ്രധാന മോഡുകൾ ഉണ്ട്. ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, അതായത് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന അവസ്ഥ. 2 റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന മോഡ്, ശരീരം ശാന്തമാകുന്ന അവസ്ഥ. ഈ രണ്ടാമത്തെ അവസ്ഥയെ നിയന്ത്രിക്കുന്നത് വാഗസ് നാഡിയാണ്. ഇനി ഇതിന് ഇൻഫ്ലമേഷനുമായി എന്താണ് ബന്ധം? ശാസ്ത്രലോകം പറയുന്നത് വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ ആണ് ഹൃദ്രോഗം, പ്രമേഹം, അൽഷൈമേഴ്സ്, ക്യാൻസർ തുടങ്ങിയ പല ഗുരുതര രോഗങ്ങൾക്കും കാരണം എന്നാണ്. നമ്മൾ നിരന്തരം സ്ട്രെസ്സിൽ ആയിരിക്കുമ്പോൾ ശരീരം കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെയാണ് വാഗസ് നാഡിയുടെ മാജിക്. നമ്മൾ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുമ്പോൾ, വാഗസ് നെർവ് ആക്ടിവേഷൻ എന്ന പ്രക്രിയ ചെയ്യുമ്പോൾ അത് അസറ്റൈൽ കൊളൈൻ എന്ന കെമിക്കൽ പുറപ്പെടുവിക്കുന്നു. ഇത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ ശാന്തമാക്കാൻ നിർദ്ദേശം നൽകുന്നു. അതായത് ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് അണയുന്നത് പോലെ ശരീരത്തിലെ വീക്കം കുറയ്ക്കുവാൻ വാഗസ് നാഡിക്ക് കഴിയും. അങ്ങനെയെങ്കിൽ ഈ വാഗസ് നാഡിയെ നമുക്ക് എങ്ങനെ ഉണർത്താം അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം? ഇതിനായി പണച്ചെലവില്ലാത്ത ചില ലളിതമായ വഴികൾ ഇതാ. 1. ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം. വയറ് വീർപ്പിച്ചുകൊണ്ട് പതുക്കെ ശ്വാസമെടുക്കുക. എടുത്ത സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് വാഗസ് നാഡിയെ ഉടനടി ഉത്തേജിപ്പിക്കും. 2. തണുത്ത വെള്ളം ഉപയോഗിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഇത് നാഡീവ്യൂഹത്തെ പെട്ടെന്ന് ഉണർത്തുവാൻ സഹായിക്കും. 3. ഹമ്മിങ് അല്ലെങ്കിൽ പാട്ടുപാടൽ. വാഗസ് നാഡി നമ്മുടെ വോക്കൽ കോഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഓം എന്ന് ജപിക്കുന്നതോ ഹമ്മിങ് ചെയ്യുന്നതോ ഉച്ചത്തിൽ പാട്ട് പാടുന്നതോ ഇതിൻ്റെ ടോണിങ് അല്ലെങ്കിൽ ആക്ടിവേഷൻ വർദ്ധിപ്പിക്കും. 4. ചിരിയും കൂട്ടായ്മകളും. സുഹൃത്തുക്കളുമായി മനസ്സ് തുറന്ന് ചിരിക്കുന്നത് വാഗസ് നാഡിയുടെ ആരോഗ്യം കൂട്ടും, സംവേദനം കൂട്ടും, ആക്ടിവിറ്റി കൂട്ടും. പ്രിയ ശ്രോതാക്കളെ, ദീർഘായുസ്സ് എന്നത് വെറുമൊരു ഭാഗ്യമല്ല. അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും, അതായത് മൈൻഡ്ഫുൾനെസ് ചെയ്യുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും മാറ്റിവെക്കൂ. നിങ്ങളുടെ വാഗസ് നാഡി സജീവമാകുമ്പോൾ ശരീരം ഇൻഫ്ലമേഷനിൽ നിന്നും മുക്തമാകും. ആരോഗ്യം ദീർഘകാലം നിലനിൽക്കും. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യ രഹസ്യവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.